ക്രൈസ്തവ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ സിയാൽകോട്ടയിലെ കരോട്ട സൈദനിൽ നിന്നുള്ള അസം സഹോദരൻ നദീം മസീഹ് എന്നിവർക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇക്കഴിഞ്ഞ ജനുവരി 22-ന് സഹോദരങ്ങളെ തട്ടിക്കൊണ്ടുപോയ ശേഷം അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് ക്രൂരമായ ആക്രമണത്തിന് വിധേയരാക്കുകയായിരുന്നു. പിന്നീട് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. സഹോദരന്മാർ സിയാൽകോട്ടിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. സമഗ്രമായ അന്വേഷണവും കുറ്റവാളികൾക്ക് നീതിയും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സെന്റർ ഫോർ ലീഗൽ എയ്ഡ്, അസിസ്റ്റൻസ് ആൻഡ് സെറ്റിൽമെന്റ് ഡയറക്ടർ നസീർ സയ്യിദ് രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിനും പാകിസ്ഥാനിൽ വ്യവസ്ഥാപിതമായ മാറ്റത്തിന്റെ ആവശ്യകതയാണ് സംഭവം സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവരെ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപിക്കപ്പെടുന്ന 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ക്രൈസ്തവ പീഡനം തുടർക്കഥയായ ചൈനയിൽ പുതിയ രൂപതയും മെത്രാനെയും പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് പാപ്പ. പുതിയ രൂപതയായ വെയ്ഫാനിൽ 93 ലക്ഷമാണ് ജനസംഖ്യ. അതിൽ 6000 കത്തോലിക്കരാണുള്ളത്. 54-കാരനായ ബിഷപ്പ് ആന്റണി സൺ വെൻചുൻ ആണ് പുതിയ രൂപതയുടെ അധ്യക്ഷൻ. ബിഷപ്പുമാരെ നിയമിക്കുന്നതിനുള്ള വത്തിക്കാനും ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. കത്തോലിക്ക സഭയിൽ പൂജ്യമായി കരുതപ്പെടുന്ന തിരുശേഷിപ്പുകളെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് പരമ്പര ശ്രദ്ധേയമാകുന്നു. വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ എന്ന പരമ്പര ഇതിനോടകം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ മാർസല്ലോ സെമറാരോ തിരുശേഷിപ്പുകളുടെ ആധികാരികതയെക്കുറിച്ച് നൽകുന്ന വിവരണവും പരമ്പരയിലുണ്ട്. 2023 നവംബറിലാണ് പരമ്പരയുടെ ആദ്യ സീസൺ പുറത്തിറങ്ങിയത്. പുതുവർഷത്തിൽ സുവിശേഷ പ്രഘോഷകർ ഉൾപ്പെടെ 17 ക്രൈസ്തവരെ ഉത്തർപ്രദേശ് സർക്കാർ അകാരണമായി ജയിലിൽ അടച്ചതായി റിപ്പോർട്ട്. സംസ്ഥാനത്തെ തീവ്ര ഹിന്ദുത്വ സംഘടനകളെ പ്രീണിപ്പിക്കാനായി മതപരിവർത്തനമടക്കമുള്ള കുറ്റങ്ങൾ പോലീസ് ചുമത്തുന്നത് മൂലം വിശ്വാസം പിന്തുടരാൻ ക്രൈസ്തവർ ഭയക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമമറിവിലാണ് ഉത്തർപ്രദേശിൽ തുടർച്ചയായി ക്രൈസ്തവരെ കള്ളക്കേസിൽ കുടുക്കുന്നത്. ഭാരതത്തിൽ ക്രൈസ്തവ വിരുദ്ധ പീഡനം രൂക്ഷമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനമാണ് ഉത്തർപ്രദേശിനുള്ളത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.